ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ മാത്തമാറ്റിക്സ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾ ഹാപ്പി ആണ്? എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി കുറച്ചൊരു ടഫായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നത് എന്നാണ് നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. പക്ഷേ ലൈവുകളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത കുട്ടികൾക്കൊന്നും അത് എവിടെയും മിസ്സായി പോയിട്ടുണ്ടാവില്ല. സോ നിങ്ങളോട് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഈ വീഡിയോ മുഴുവനും കാണുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ്, എവിടെയാണോ മിസ്റ്റേക്ക് പറ്റിയത്, നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ആൻസർ ചെയ്തതെന്ന് വെരിഫൈ ചെയ്യുന്നത് നല്ലതാണ്. ഒരുപക്ഷെ നാളത്തെ എക്സാം നിങ്ങൾക്ക് ആ പേടിയുള്ള ആളുകളാണ് എങ്കിൽ ഒരിക്കലും ഇത് കാണേണ്ടതില്ല കേട്ടോ. ഈ ആൻസർ കീ ഒക്കെ കാണുമ്പോൾ പേടി തോന്നുന്ന ആളുകൾ ഒരിക്കലും ഇത് കാണേണ്ടതില്ല. അല്ലാത്ത കുട്ടികൾക്ക് ഇത് കാണാവുന്നതാണ്, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ എത്ര ആണെങ്കിലും നിങ്ങളുടെ മാക്സിമം നിങ്ങൾ എഫേർട്ട് എടുത്ത് കഴിഞ്ഞു, റിസൾട്ട് എന്തോ ആവട്ടെ അത് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം, അത്രേ നമുക്ക് പറയാനുള്ളൂ. സോ ഉപകാരപ്പെടുന്ന പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. പ്രിയപ്പെട്ട മക്കളെ, ഒന്നാമത്തെ ചോദ്യം തന്നെ നമ്മൾ അത്രയധികം ഇമ്പോർട്ടന്റോട് കൂടി പറഞ്ഞൊരു മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് 3, 7, 11 കോമൺ ഡിഫറൻസ് കാണാൻ എന്താ ചോദ്യം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അത് അതേ രീതിയിൽ തന്നെ വരികയും ചെയ്തിട്ടുണ്ട്. സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ എത്രയാണ്? 7 ന് 3 കുറച്ചാൽ 4 ആണ്. വെരി സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, സ്റ്റെപ്പ് ചെയ്തില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ 11th ടേം ആണ്, അതായത് 11ാം പദം. അപ്പൊ 11th ടേം എന്ന് പറഞ്ഞാൽ x1 + 10 ടൈംസ് d ആണ്. x1 എന്ന് പറഞ്ഞാൽ 3 + 10 × 4 ദാറ്റ് ഈസ് 43 ആണ് ആൻസർ വരിക. അങ്ങനെ അർത്ഥം ചെയ്താൽ തന്നെ 2 മാർക്കായി. അടുത്തത് ഈ കാണുന്ന 110 ഡിഗ്രി ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ 70 ഡിഗ്രിയും ഈ കാണുന്ന ആംഗിൾ 140 ഡിഗ്രിയുമാണ്. അത് എഴുതിയാലും 2 മാർക്കായി. വളരെ സിമ്പിൾ ആയിക്കൊണ്ട് നിങ്ങൾക്ക് 4 മാർക്ക് സ്കോർ ചെയ്യാം. പിന്നെ നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 5 to 20, 5 മുതൽ 20 വരെയാണ്. എന്നിട്ട് ഹൗ മെനി സ്ലിപ്സ് ആർ ദർ ഇൻ ദ ബോക്സ്? നമുക്കറിയാം 5 മുതൽ 20 വരെ 15 എത്ര നമ്പർ ഉണ്ടാവുക? 5 മുതൽ 20 വരെയാണ്. 5 to 20 ആണ്. അപ്പൊ അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് നിങ്ങൾ പറ്റാൻ ചാൻസ് ഉണ്ട്. 5 മുതൽ 20 വരെ മൊത്തം 16 സ്ലിപ്പ് ഉണ്ടാവും. 5 മുതൽ 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20 അല്ലെ? അപ്പൊ 16 സ്ലിപ്പുകൾ അവിടെ ഉണ്ട്. നമ്പർ സ്റ്റാർട്ട് ഫ്രം 5 to 20 16 നമ്പറുകൾ അവിടെ ഉണ്ട്. ചില ആളുകൾ അത് 15 എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. എന്നാലും കുഴപ്പമില്ല, ടീച്ചേഴ്സ് മാർക്ക് ചിലപ്പോൾ തരുമായിരിക്കും. A slip is to be taken from without looking at what is the probability of it being a perfect square? അത് പെർഫെക്റ്റ് സ്ക്വയർ ആണുള്ള സാധ്യത എത്ര? നമുക്കറിയാം 5 മുതൽ 20 വരെ എത്ര പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ട്? How many paper slips? Yes, 16 ആണ്. അപ്പൊ എത്ര പെർഫെക്റ്റ് സ്ക്വയർ അഥവാ പൂർണ്ണവർഗ സംഖ്യകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 4 ഇല്ല, പിന്നെ 9, 3ന്റെ സ്ക്വയർ, 4ന്റെ സ്ക്വയർ 9, 2 ആണ്. സോ 2/16 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/8 ആണ് ആൻസർ വരിക കേട്ടോ. അപ്പൊ 15 എന്ന് എഴുതിയ ആളുകൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവുക ചിലപ്പം 2/15 എന്നായിരിക്കും. ടീച്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, സബ്സ്ട്രാക്ടിങ് 3 ഫ്രം എ നമ്പർ ആൻഡ് സ്ക്വയറിംഗ് ഇറ്റ്. അതായത് ഒരു നമ്പറിൽ നിന്നും 3 കുറയ്ക്കുന്നു, എന്നിട്ട് അതിനെ സ്ക്വയർ ചെയ്യുന്നു. ഒരു നമ്പറിൽ നിന്നും 3 കുറയ്ക്കാണ് x-3 ആണ്. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ 81 കിട്ടുന്നു. സോ x-3 എന്ന് പറഞ്ഞാൽ √81 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ആണ്. സോ x ഈസ് ഈക്വൽ ടു 9 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ആണ് ആൻസർ വരുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഉത്തരം എഴുതാം. x-3 ഈസ് ഈക്വൽ ടു -9. സോ x ഈക്വൽ ടു -9 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു -6. ഇങ്ങനെ എഴുതുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പൊ ഇത്ര ചെയ്യാനും മതി, കുഴപ്പമില്ല. വാട്ട് ഈസ് ദ നമ്പർ എന്ന് ചോദിച്ചുകൊണ്ട് 2 ഉത്തരം എഴുതുന്നതാണ് നല്ലത്. ഓക്കെ, വാട്ട് ഈസ് ദ നമ്പർ എന്ന് ചോദിച്ചുള്ളൂ, നമ്പേഴ്സ് എന്ന് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു ഉത്തരം എഴുതിയാലും മാർക്ക് കിട്ടേണ്ടതാണ്. ഓക്കെ, ഞാൻ ഇതിൽ ഓപ്ഷൻ കൊടുക്കും. ഓക്കെ, സോ 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് മക്കളെ ശ്രദ്ധിക്കുക. The 7th term of an arithmetic sequence is 48, 13th term is 66 അല്ലെ? 7th term 48 ആണ്. 7th term 48 and 13th term 66. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം 2 ടേം എന്നുണ്ടെങ്കിൽ അവരിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡി കണ്ടുപിടിക്കാം. 6 8 പോയാൽ 16 8 പോയാൽ 8 ആണ്. 5 4 18 കിട്ടും. 13 - 7 13 - 6. സോ 3 ആണ് ഇതിന്റെ കോമൺ ഡിഫറൻസ് വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കിയ മക്കളെ, ഫൈൻഡ് ദ 10th ടേം ആണ്. സോ x7 + 3d. x7 48 ആണ്. 48 + 3 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 48 + 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 57 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഞാൻ കിട്ടിയിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. എത്ര ആണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ 3 മാർക്കാണ്. അത് ഈ കാണുന്ന ചിത്രം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. PA × PB = PC² ആണ്. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ PA × PB ദാറ്റ് ഈസ് 6 × 4. അപ്പോൾ 24 എന്ന് കിട്ടും. അപ്പോൾ പല ആളുകളും ആൻസർ 24 എന്ന് എഴുതും. പക്ഷേ PC ആണ് ചോദിച്ചത്, PC² അല്ല. സോ PC എന്ന് പറഞ്ഞാൽ എത്രയ്ക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു √24 ആണ്. മാറിപ്പോകരുത്. ഇതിനെ വേണമെങ്കിൽ നമ്മൾ ചെറുതാക്കി എഴുതാം, പക്ഷേ ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഈ കാണുന്ന ഉത്തരമാണ് ഇതിന് ആൻസർ വരിക. പിന്നെ ഡ്രാ ആൻ ഈക്വലാറ്റർ ട്രയാങ്കിൾ. മക്കളെ, ഈ ചിത്രം നിങ്ങൾ സാധാരണ പോലെ 6 സെന്റിമീറ്റർ നീളവും 4 സെന്റിമീറ്റർ വീതിയായിട്ട് ഒരു റെക്ടാങ്കിൾ വരക്കുന്നു. സാധാ പോലെ ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ എന്ത് വരക്കുന്നു? PC വരക്കുന്നു. ഇതാണ് PC. എന്നിട്ട് ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണെങ്കിൽ ഒരുമിച്ച് ജോയിൻ ചെയ്യിപ്പിച്ചാൽ മാത്രം മതി. ആ സെയിം നീളം അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചാൽ മതി. ഇങ്ങോട്ട് തന്നെ വരക്കണം നിർബന്ധമല്ല, വേണമെങ്കിൽ ഇങ്ങോട്ട് വരക്കാം കേട്ടോ. ഓക്കെ, സോ അത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈക്വലാറ്റർ ട്രയാങ്കിൾ ഒരു പക്ഷേ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഐഡിയ അറിയാവുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് കിട്ടും. കോൺസെപ്റ്റ് അറിയുന്ന കുട്ടിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും.
ദ പ്രൊഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആണ്. ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ എക്സും എക്സ് പ്ലസ് ടു ആണ് അല്ലേ. റൈറ്റ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ബേസ്ഡ് ഓൺ ദി എബോവ് സ്റ്റേറ്റ്മെന്റ്. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ടു ഇസ് ഈക്വൽ ടു 143 എക്സ് സ്ക്വയർ പ്ലസ്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. ഇത് സ്ക്വയർ കംപ്ലീഷൻ ചെയ്താൽ എന്ത് കിട്ടും? എസ് പ്ലസ് 1 പ്ലസ് 1. അപ്പൊ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 144. സോ എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 12. റൂട്ട് 144 പറഞ്ഞാൽ 12 ആണ്. സോ എക്സ് ഈസ് ഈക്വൽ ടു 12 മൈനസ് 1 11 ആണ് കേട്ടോ ആൻസർ. എക്സ് ഈക്വൽ ടു എത്രയാണ്? 11 ആണ്. ഓക്കെ, എക്സ് 11 ആണെങ്കിൽ അടുത്ത നമ്പർ 13. 11 ഇൻറ്റു 13 ആണ് 143. സിമ്പിൾ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതേപോലെ നമ്മൾ ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ് പറഞ്ഞിട്ടുണ്ട്. 1 + 2+, അതായത് 1 മുതൽ 30 വരെ അല്ലേ. 30 × 31/2 അല്ലേ. 12 വട്ടം 15, 15 × 31 310. 310ന്റെ പകുതി എത്രയാണ്? 155. 310 155 എത്ര? 5 6 4 465 വരും. ഓക്കെ, അടുത്ത 4 8 12 ആണ്. സെയിം മോഡൽ നമ്മൾ പറഞ്ഞു തന്നു. 4 പുറത്തെടുക്കാം, ഇതല്ലേ സാധാരണ മെത്തേഡും ചെയ്യാം. 4 പുറത്തെടുത്താൽ എന്താ കിട്ടാം? 4 പുറത്തെടുത്താൽ 4 × 1 + 2 + 3 + എക്സെട്ര 120. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും 4 × 465. 465 4 × 400 1600. 4 × 6 240. 1600 240. 4 × 20 6 8 1840 സംതിങ് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കാം, ആൻസർ കറക്റ്റ് ആണോ നോക്കാം കേട്ടോ. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. 1 + 5 + 9 + എക്സെട്ര. അത് സാധാരണ പോലെ ആദ്യം നമുക്ക് n കണ്ടുപിടിക്കണം. n = 117 - 5 സോറി 117 - 1 ബൈ കോമൺ ഡിഫറൻസ് അല്ലേ. കോമൺ ഡിഫറൻസ് +1. 116 / 4 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 29 + 1 30 കിട്ടും. 30 ടേംസ് ആണുള്ളത്. സോ ഇതിന് ആൻസർ എന്ത് വരും? n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 15 × 118 ആണ്. ഇത് ചെയ്യാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക്, എന്തായാലും ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. നിങ്ങൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. മക്കളെ ശ്രദ്ധിച്ചോളൂ. ആ കാണുന്ന ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. 15 × 118 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1770 വരും കേട്ടോ. 1770. ഓക്കെ, നിങ്ങൾ കിട്ടിയ മാർക്ക് നിങ്ങൾ നോക്കട്ടെ. ഫാസ്റ്റ് ആയിട്ട് കണ്ടാൽ മതി. ഇത് മുഴുവൻ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നില്ല, അതൊക്കെ നമ്മൾ പിന്നെ കാണാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പക്ഷേ ഇതുവരെ നിങ്ങൾ കാണാത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് നിന്ന് ചിത്രം വെച്ചിട്ട് ചോദ്യം വരാണ്. 2 രീതിയിലാണ് ചോദ്യം ഉള്ളത്. ഒന്ന് ഒരേ ഷേപ്പ് ആക്കുക, സെയിം മോഡൽ ആക്കുക. രണ്ടാമത്തത് ഏരിയ ബൈ ഏരിയ. അപ്പൊ ഈ കാണുന്ന ചിത്രത്തിൽ നമുക്ക് ഒരേ ഷേപ്പ് ആക്കാൻ കഴിയില്ല, ബുദ്ധിമുട്ടാണ്. കാരണം ഡിഫറെന്റ് ഷേപ്പാണ് വരിക. അപ്പൊ നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻ ഏരിയ ബൈ ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ചോദിച്ചത്. സോ ഇതിന്റെ ഏരിയ ഡിവൈഡ് ബൈ ഇതിന്റെ ഏരിയ. അപ്പൊ ഞാനിവിടെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2r എന്നാണ് എടുക്കുന്നത്. 2r പകരം r എന്ന് എടുത്താലും കുഴപ്പമില്ല. ഈ കാണുന്ന നീളത്തെ ഞാൻ 2r എന്ന് എടുക്കുന്നു. 2r. ഇനി അല്ലെങ്കിൽ ഈ കാണുന്ന കുഞ്ഞു സർക്കിളിന്റെ റേഡിയസ് ഞാൻ r എന്ന് എടുക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്കറിയാം കുഞ്ഞു സർക്കിളിന്റെ റേഡിയസ് ഡിവൈഡഡ് ബൈ വലിയ സർക്കിളിന്റെ റേഡിയസ്. വലിയ സർക്കിളിന്റെ റേഡിയസ് എന്തായിരിക്കണം? ഈ കാണുന്ന കുഞ്ഞു സർക്കിളിന്റെ റേഡിയസ് 6 ആണെങ്കിൽ ഈ കാണുന്ന നീളമാണ് ഇതിന്റെ റേഡിയസ് 2r ആണ്. ഓക്കെ, 6 ഇത് 2r ആണ്. അപ്പോൾ πr² ഡിവൈഡ് ബൈ π ഇൻറ്റു രണ്ടാമത്തെ റേഡിയസ് 2r ആണ്. 2r². ആൻസർ ആയി πr² ഡിവൈഡ് ബൈ π ഇൻറ്റു 4r². സോ r² കട്ട് ചെയ്യാം, പൈയും കട്ട് ചെയ്യാം. സോ 1/4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സിമ്പിൾ ആണ്. പക്ഷേ അത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് അറിയുന്ന കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടാകും. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മെൻഷൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ സ്പെഷ്യലായിട്ട് പറയുക, കാരണം അത് എല്ലാവർക്കും അങ്ങനെ കിട്ടുന്ന ക്വസ്റ്റ്യൻ ഒന്നുമല്ല. അത് ഇൻ ദ ഫിഗർ O ഈസ് ദ സെന്റർ ഓഫ് ദി സർക്കിൾ ആണ്. മക്കൾ അതിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങളോട് ഞാൻ പറയാണ്, ഇതുപോലെ ഏത് കോൺസെപ്റ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷനുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും നല്ലത് സൈലത്തിന്റെ അസ്ര ബാച്ച് ആണ്. അസ്ര ബാച്ചിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്ത ആളുകൾക്ക് 25% ഓഫർ ആണ്. അത് മിസ്സാക്കരുത്. 800 ആണ്. ഈ നമ്പർ ഇന്ന് തന്നെ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ സീറ്റ് ഉറപ്പ് എത്തിക്കോളൂ കേട്ടോ. നമ്മൾ ഈ ഓണം വെക്കേഷനിൽ തന്നെ എന്ത് ചെയ്യും? നമ്മുടെ അടുത്ത ചാപ്റ്ററുകൾ ഓരോന്നായിട്ട് പഠിക്കും. ട്രിഗണോമെട്രി നമ്മൾ എടുത്തിട്ടില്ല, അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിപ്പിക്കും. നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് ട്രിഗണോമെട്രിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് വരികയാണെങ്കിൽ ആ ടോപ്പിക്കിനെ വരും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടോപ്പിക്കിന് ചോദ്യം എന്തായാലും വന്നിട്ടുമുണ്ട്. അതിന്റെ പുറമെ നിങ്ങൾക്ക് സൈനിക കോഴ്സ് ടാൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ അത് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും കുഴപ്പമില്ല. ഇൻ ദ ഫിഗർ O ഈസ് ദ സെന്റർ ഓഫ് ദി സർക്കിൾ. ആംഗിൾ ACB = 50 ഡിഗ്രി ആണ്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ AOB? അത് 100 ആണ്. 100. ഡ്രോ എ ട്രയാംഗിൾ ഓഫ് സർക്കംഫറൻസ്. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കാണുന്നതിന്റെ ഡബിൾ എടുക്കുക, 100 എടുക്കുക, 135 എടുക്കുക. നിങ്ങൾ വരച്ചിട്ടുണ്ടാവും. സിമ്പിൾ ആണ്. ദ സം ഓഫ് 12th ആൻഡ് ഇതേ മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. 12th ആൻഡ് 18th
സോ x12 പ്ലസ് x18 ഈസ് ഈക്വൽ ടു 126 ആണ്. അടുത്തത് സം ഓഫ് 29 ആൻഡ് ഫസ്റ്റ് ടേം x1 പ്ലസ് x29. അപ്പോൾ പെയർ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. 18ഉം 12ഉം 30 ആണ്, 29ഉം 1ഉം 30 ആണ്. സോ ഇതിന് ആൻസർ എത്രയായിരിക്കും? 126 ആയിരിക്കും. അതായത് 15th ടേം നമുക്കറിയാം x15 പ്ലസ് x15 ആണ് 126. സോ ഒരു x15 എന്ന് പറഞ്ഞാൽ 126ന്റെ പകുതി. 126ന്റെ പകുതി എത്രയാണ്? 160 63. അടുത്ത ആദ്യത്തെ 29 പദങ്ങളുടെ തുകയാണ്. നമുക്കറിയാം 29 പദങ്ങളുടെ തുക അവിടെ മിഡിൽ ടേം ഉണ്ടാവും. S29 ഈസ് ഈക്വൽ ടു x15 ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ടേംസ്. 29 ദാറ്റ് ഈസ് 63 ഇൻറ്റു 29 ചെയ്യാം. ഇനി അല്ലെങ്കിൽ ആസ് യൂഷ്വൽ മെത്തേഡിൽ നിങ്ങൾക്ക് എന്താക്കാം? ആൻസർ ചെയ്യാം കേട്ടോ. സാധാരണ x1 പ്ലസ് x20 വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. 1827. അപ്പോൾ എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യണമെന്നൊന്നുമില്ല, അല്ലാതെ നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് കിട്ടും? മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഈ രീതിയിൽ എന്തായാലും ചോദ്യം വരാറുണ്ട്. സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻ എന്താ ചെയ്യാം? പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ സ്വിമ്മിംഗ് പൂൾ. അപ്പോൾ പെരിമീറ്റർ തന്നു 120 ആണ്, ഏരിയ തന്നു 896 ആണ്. നിങ്ങൾക്ക് എളുപ്പമായി വെച്ചിട്ടാണ് ഞാൻ ആൻസർ കണ്ടെത്തുന്നത്, അല്ലാത്ത വഴി നിങ്ങൾ ചെയ്തു നോക്കാം. പെരിമീറ്റർ 4 എടുത്തു. അപ്പോൾ ആദ്യം നീളം പ്ലസ് വീതി 120ന്റെ പകുതി 60 ആയിരിക്കും. എന്നിട്ട് 120/4 30. സോ റെക്ടാങ്കിൾ എടുക്കുന്നു. 30 പ്ലസ് എക്സും 30 മൈനസ് എക്സും. 30 പ്ലസ് എക്സിന്റെ 30 മൈനസ് എക്സ് ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു 896 ആണ്. സോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 896. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 900 മൈനസ് 896. അപ്പോൾ 16 കിട്ടും. 194 അല്ലേ? 196 ആണ് അല്ലേ? ആ ക്വസ്റ്റ്യനിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവില്ലടാ. 894 ആണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇട്ട ആളോട് ചെറുതായിട്ടൊന്ന് 896. ഓക്കെ റെഡിയാ, മിസ്റ്റേക്ക് ഇല്ല. 896. അപ്പോൾ 4 കിട്ടും. എക്സ് സ്ക്വയർ 4 ആണെങ്കിൽ എക്സ് എത്രയ്ക്ക് 2 ആയിരിക്കും. അപ്പോൾ നീളം എന്ന് പറഞ്ഞാൽ 30 പ്ലസ് 2 32, വീതി എന്നാൽ 28. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ വരാം. ചെയ്ത് നോക്കുക. സാധാരണ മെത്തേഡിൽ വെച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. ആദ്യ ആംഗിൾ ABC നമുക്കറിയാം. ഈ കാണുന്ന ആംഗിൾ കണ്ടുപിടിക്കാൻ ഇത് 65 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 65 ആയിരിക്കും. 65. അത് AEC, ഇത് രണ്ടും സെയിം ആണ്. ഇതിൽ നിന്നാണ് വരുന്നത്. AEC 65 ആണ്. അത് BCE എന്ന് പറഞ്ഞാൽ ഏതാ? BCE ഈ കാണുന്ന ആംഗിൾ ആണ് മക്കളെ, ശ്രദ്ധിക്കുക. ഈ കാണുന്ന ആംഗിൾ കിട്ടണമെങ്കിൽ ഈ കാണുന്ന ആംഗിൾ കിട്ടിയാൽ മതി. ആ കാണുന്ന ആംഗിൾ കിട്ടണമെങ്കിൽ ഇത് 90 ആണ്, ഇത് 65 ആണ്. സോ 90 65 എത്രയാണ്? 155. അപ്പോൾ 25 ഇത് വരാം. സോ ഇത് 25 ആണെങ്കിൽ ഇത് 25. DAE ഈ കാണുന്ന ആംഗിൾ ആണ്. എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, അത് സിമ്പിൾ ആയിട്ട് കിട്ടാൻ DAE അല്ലേ? ഈ കാണുന്ന മുഴുവൻ ആംഗിൾ. ഓക്കെ മക്കളെ ശ്രദ്ധിച്ചോളൂ. ഈ കാണുന്ന ആംഗിൾ സൈക്ലിക് കോട്ടിലാറ്റലാണ്, ചക്രീയ ചതുർഭുജമാണ്. സോ ഇത് 100 ആണ്. സോ ഇത് മുഴുവനായിട്ടും 100 ആണ്. ഈ കാണുന്ന ആംഗിൾ 25 ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. 100 125. അപ്പോൾ ഇവിടെ 125 കിട്ടിയ ഈ കാണുന്ന ബാക്കി എത്രയായിരിക്കും? 180 മൈനസ് 125 ദാറ്റ് ഈസ് ഈക്വൽ ടു 55 ഡിഗ്രി ആയിരിക്കും കേട്ടോ. ഓക്കെ, അങ്ങനെ 4 മാർക്ക് ചില ആളുകൾ കിട്ടിയിട്ടുണ്ടാവും. സോ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഒരു പാത്രത്തിൽ എന്തുണ്ട്? യെല്ലോ ബോൾസ് ഉണ്ട്. ടോട്ടൽ ബോൾ 36 ആണ്. ബ്ലൂ ബോൾസ് 12 ആണ്. ബ്ലൂ ആൻഡ് യെല്ലോ. ടോട്ടൽ ബോൾ 36, ബ്ലൂ ബോൾ 12. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീങ് എ യെല്ലോ? നമ്പർ ഓഫ് ബോൾസ് 36, ബ്ലൂ ബോൾസ് 12 ആണ്. അപ്പോൾ ഇത് 20 ആയിരിക്കും. സോ യെല്ലോ കിട്ടാനുള്ള ചാൻസ് എത്രയാണെന്ന് വെച്ചാൽ 20/36 ആണ്. ചെറുതാക്കി എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം? 10/18 എന്ന് എഴുതാം, അല്ലെങ്കിൽ 5/9 എന്ന് എഴുതാം. 5/9. ഇനി അല്ലെങ്കിൽ 3 ചെയ്താൽ മതി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ ഫ്യൂ മോർ ബോൾസ് ഇതിലേക്ക് ഇടുകയാണ്. 20/36 നമ്മൾ എന്ത് ചെയ്യുന്നു? ഓക്കെ, 20/36 ആണ്. എ ഫ്യൂ മോർ ബ്ലൂ ബോൾസ് ആർ പുട്ട് ഇൻ ദ ബോക്സ്. ഇതിലേക്ക് ബ്ലൂ ബോൾ ആണ് ഇടുന്നത് കേട്ടോ. യെല്ലോ ബോൾ ബിക്കം 1/2. യെല്ലോ ബോൾ 1/2 കിട്ടാനുള്ള ചാൻസ് എത്ര? അപ്പോൾ ബ്ലൂ ബോൾ ഇടുന്ന സമയത്ത് ഇത് കുറച്ചൊരു കോൺസെപ്റ്റിലാണ്, നന്നായിട്ട് ശ്രദ്ധിക്കാം. ഒരു പാത്രം ഉണ്ട്, ഇതിൽ ബ്ലൂ ഉണ്ട്, യെല്ലോയും ഉണ്ട്. ഓക്കെ, ബ്ലൂ ബോളിന്റെ എണ്ണം 20 ആണ്. യെല്ലോന്റെ എണ്ണം എത്രയാണ്? ബ്ലൂ ബോളിന്റെ എണ്ണം 12 ആണ്. യെല്ലോന്റെ എണ്ണം 20 ആണ്. മക്കളെ ശ്രദ്ധിക്കുക, ഈ പാത്രത്തിലേക്ക് കുറച്ച് ബ്ലൂ ബോൾ ആണ് ഇടുന്നത്. അപ്പൊ നമുക്കറിയാം ബ്ലൂ ബോൾ ഇടുന്ന സമയത്ത് ടോട്ടൽ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും.
32 ടോട്ടൽ ഉള്ളത്. 36 12 20 കേട്ടോ. 12 36 24 ഉണ്ടാവും കേട്ടോ. സോ 24/36 ആണ് വരിക. ഓക്കെ, ഒന്നാമത്തെ ആൻസർ എത്രയാണ്? 24/36 കേട്ടോ. മൊത്തം 36 എണ്ണല്ലേ. ഓക്കെ, ഇങ്ങനത്തെ എ ഫ്യൂ മോർ ബ്ലൂ ബോൾസ് ആർ പുട്ട് ഇൻ ദ ബോക്സ്. ഇതിലേക്ക് കുറച്ച് ബ്ലൂ ബോൾ കൂടി ഇടുന്നു. 24 24. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം 12 ബ്ലൂ ബോൾ ഉള്ളത് നമ്മൾ ഓരോന്ന് ഇടുകയാണെങ്കിൽ ഈ 24 ഒരു ചേഞ്ചും ഉണ്ടാവില്ല. ഓക്കെ, 24 ഒരു ചേഞ്ചും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഈ കാണുന്നത് 1/2 ആവണമെങ്കിൽ 1/2 ആണെങ്കിൽ എത്ര ബ്ലൂ ബോൾ ഇടണം എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഈ 24 ആണ്. 24 അടിയിൽ എത്ര ആവുന്ന സമയത്താണ് അത് 1/2 ആവുക? 48 ആവണം. സോ ഇതിലേക്ക് ഒരു 12 ബ്ലൂ ബോൾ കൂടി ഇടണം അല്ലേ? കാരണം ഇവിടെ 24 ആണ്. അപ്പൊ ഇത് 24 ആവണം. അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എത്രയാണ്? ഇവിടെ ഒരു 12 കൂടി വരണം. എന്നാലേ എന്താവുള്ളൂ? അതായത് 12 ബ്ലൂ ബോൾ ടോട്ടലാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ബ്ലൂ ബോൾ ആണ് വരുന്നത്. സോ 12 ആണ് ആൻസർ. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ലോജിക് ഉപയോഗിച്ച് ആൻസർ ചെയ്യാൻ പറ്റും. ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇത് ആക്ച്വലി ഔട്ട് ഓഫ് സിലബസ് ആണ് എന്ന് ചോദിച്ചാൽ അല്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒട്ടുമിക്ക സ്കൂളിൽ ഇത് എടുത്തിട്ടുണ്ടാവില്ല. സൈൻ കോഴ്സ് താഴെ വെച്ചിട്ടാണ്. സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദി റോംബസ് ഇത് കണ്ടുപിടിക്കണം. സോ അതിനുവേണ്ടി നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾ sin 40 ആണ്. പിന്നെ ഇൻ ദ ഫിഗർ ദ റോംബസ് ആൻഡ് ഇറ്റ്സ് പെരിമീറ്റർ ഇസ് 68. ഇതിന്റെ പെരിമീറ്റർ 68 ആണ്. ഓക്കെ, എല്ലാ സൈഡും ഈക്വൽ ആണ്. സോ 68നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 68/4 6 1 28 7 17 അല്ലേ? യെസ് 17. അപ്പോൾ ഈ കാണുന്ന നീളം 17 ആണ്. സോ ഇതും 17 ഇതും 17 ഇതും 17 ഇതും 17. അപ്പോൾ sin 40 ആണ് യൂസ് ചെയ്യുന്നത്. sin 40 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പന്യൂസ്. അപ്പോൾ ഡി ഇ എന്ന് പറഞ്ഞാൽ 17 ഇൻറ്റു sin 40 ആണ്. sin 40 ക്വസ്റ്റ്യൻ തന്നു 0.643 ആണ്. അത് ഈസ് ഈക്വൽ ടു ഡി ഇ 17 ഇൻറ്റു 643. ഓക്കെ, 10.93. ഓക്കെ, ഇതാണ് ഡി ഇയുടെ നീളം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ചോദ്യം ഉണ്ട്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി റോംബസ് ആണ്. ഏരിയ ഓഫ് ദി റോംബസ് കാണാൻ BH ആണ്, ബേസ് ഇൻറ്റു ഹൈറ്റ്. സോ ഏരിയ കാണണമെങ്കിൽ ഈ കാണുന്ന നീളം 17 ആണ്. ഈ കാണുന്ന ഹൈറ്റ് എത്രയാണ്? 10.931 ആണ്. സോ ഏരിയ ഈസ് ഈക്വൽ ടു 17 ഇൻറ്റു 10.93. 17 ഇൻറ്റു 10.931 185.82. ആൻസർ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം കുറച്ചൊരു ടഫായുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ദ ഓൾജിബ്രായിക് ഫോം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 5n - 2. വാട്ട് ഈസ് എ കോമൺ ഡിഫറൻസ്? ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട് മക്കളെ. ഇതിന്റെ കോമൺ ഡിഫറൻസ് വളരെ സിമ്പിൾ ആണ്. d = 5. ഓക്കെ, അടുത്തൊരു സ്റ്റെപ്പ് ക്വസ്റ്റ്യൻ നോക്കി മക്കളെ. വാട്ട് ഈസ് ദ റിമൈൻഡർ ഒബ്റ്റൈൻഡ് വെൻ ദ ടേംസ് ഓഫ് ദി സീക്വൻസ് ഈസ് ഡിവൈഡ് ബൈ 5? ഇതിലത്തെ ഒരു ടേമിന് നമുക്ക് രണ്ടാമത് കണ്ടുപിടിക്കാം. രണ്ടാമത് എത്രയാണ്? 5 ഇൻറ്റു 2 10 - 2 ദാറ്റ് ഈസ് 8 ആണ്. ആ 8നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എത്ര? സോ 3 ആണ് ഇവിടുത്തെ റിമൈൻഡർ. 5n - 2 അതായത് 3 ആണ്. ഓക്കെ, അപ്പോൾ d = 5 ആണ്. സോ 2 ഇൻറ്റു രണ്ടാമത്തെ ടേം എന്ന് പറഞ്ഞാൽ 2 × 5 10 10 × 2 = 8. അപ്പോൾ ആ ടേമിന് നമ്മൾ അതിന്റെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിഫറൻസ് എത്രയാണ്? 3 ആണ് കേട്ടോ. Is 2024 is a term of the sequence. xn minus x1 നിങ്ങൾക്ക് വേണമെങ്കിൽ xn minus x1 ചെയ്യാം. 2024 മൈനസ് അല്ലെങ്കിൽ സാധാരണ പോലെ 2024 നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേപോലെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് കിട്ടില്ല? 2020 വരെ പോകുള്ളൂ. 2020 വരെ പോകുള്ളൂ. റിമൈൻഡർ 4 ആയിരിക്കും. അപ്പോൾ റിമൈൻഡർ സെയിം അല്ല, അതുകൊണ്ട് ടേം അല്ല. 3 4 കിട്ടുക. അപ്പോൾ എന്തല്ല? പദമല്ല, ടേം അല്ല. ബിക്കോസ് ദ റിമൈൻഡർ ഈസ് ഡിഫറെൻറ്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ആക്ച്വലി ഇത് മിക്കവാറും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും സർക്കിൾസ് എന്നാണ്. പക്ഷേ ഇത് സർക്കിൾസ് എന്നല്ല, ട്രിഗണോമെട്രി എന്നാണ് കേട്ടോ. ഞാൻ എപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് 30 ഡിഗ്രി ഒക്കെ എവിടെ കണ്ടാൽ നിങ്ങൾ സംശയിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ DAB? ഈ കാണുന്ന ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രിയാണ്. ഓക്കെ, 30 ഡിഗ്രിയാണ്. രണ്ടാമത്തേത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് PD. ഈ കാണുന്ന PD-യുടെ നീളം കാണാൻ 30/60/90. ഒരു പക്ഷേ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ വണ്ടർ അടിച്ചിട്ടുണ്ടാവും. എനിക്ക് അറിയാവുന്ന കാര്യം തെറ്റിച്ചു എന്ന് വിചാരിക്കുന്നുണ്ടാവും. അത് ശ്രദ്ധേൻ്റെ കുറവാണ്. പക്ഷേ അടുത്ത പ്രാവശ്യം നിങ്ങൾ സെറ്റ് ആക്കണം. സോ ഇത് 3, ഇത് 3√3. ഓക്കെ, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി കോഡ് AB ആൻഡ് CD. AB എന്ന് പറയുന്ന കോഡിന്റെ നീളവും CD എന്ന് പറഞ്ഞ കോഡിന്റെ നീളവും.
അപ്പോൾ ഇത് 30 ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ 60 ഓപ്പോസിറ്റ് 2√3 ആയിരിക്കും. സോ ഇത് 4 ആയിരിക്കും. അപ്പോൾ എ ബി എന്ന് പറഞ്ഞ കോഡിന്റെ നീളം 3√3 + 2 എ ബി. അടുത്തത് സി ഡി എന്ന് പറഞ്ഞ ഇതിന്റെ നീളം 2 + 2√3. മറ്റേ നിങ്ങൾ അല്ലാതെ ചെയ്തു പോയാൽ നിങ്ങൾ എവിടെയോ എത്തിപ്പോവും. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഈ കാണുന്ന സ്റ്റെപ്പാണ്. ഓക്കെ, അത് sum of first n terms of an arithmetic sequence is n square plus 2n ആണ്. What is the first term of the sequence? So first term എന്ന് പറഞ്ഞാൽ 19ാമത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? 1 + 12 that is 13 ആണ്. കോമൺ ഡിഫറൻസ് എന്നാൽ 1ന്റെ ഇരട്ടി 2 ആണ്. How many consecutive terms of the sequence are to be added to get sum 364? അത് n square plus 12n. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ ചാപ്റ്ററും 4ാമത്തെ ചാപ്റ്ററായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കാറുണ്ട്. അങ്ങനെ 2ഓ 3ഓ ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. പിന്നെ 2ാമത്തെ ചാപ്റ്ററും 5ാമത്തെ ചാപ്റ്ററും കണക്ട് ചെയ്ത് ചോദിച്ചു. സോ നമ്മൾ ആസ് യൂഷ്വൽ n square plus 12n plus 36 = 400 കിട്ടും. സോ n + 6 whole square = 400. n + 6 = √420. n = 14 വരും കേട്ടോ. n = എത്രയാണ്? 14 ആണ്. ഓക്കെ, n = 14. ആദ്യത്തെ 14 ടേംസ് ആഡ് ചെയ്താലാണ് എന്ത് കിട്ടുക? 364 കിട്ടുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫിഗർ പി ക്യു ആൻഡ് ആർ എസ്. അതായത് നമ്മളെ സാധാരണ പി × പി ബി = പി സി × പി ഡി തന്നെയാണ്. ടി പിയുടെ നീളം 10 ആണ്. ഇത് മുഴുവനായിട്ട് 10 ആണ്. ആദ്യത്തെ ചോദ്യം ടി ക്യു എത്ര? ടി ക്യു എത്രയാണ്? ടി ക്യു 10 ആണ്. ഇത് 4 ആയിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ടി പി × ടി ക്യു. മക്കളെ ടി പി എന്ന് പറഞ്ഞാൽ 4 × 10, ടി ക്യു എന്നാൽ 4. 10 × 4 40 ആണ്. ടി പി × ടി ക്യു എന്നാൽ 40. മൂന്നാമത്തേത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ആർ എസ്. ഈ കാണുന്ന നീളം. അപ്പം ടി പി × ടി ക്യു അത് 10 × 4 = ടി എസ് × ടി ആർ. 5 × ടി ആർ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി 40/5 8 കിട്ടും. ടി ആർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 8 കിട്ടും. ഈ മുഴുവൻ നീളം എത്ര കിട്ടും? 8 കിട്ടും. സോ ഇത് 5 ആയതുകൊണ്ട് ഈ കാണുന്ന നീളം 3 ആയിരിക്കും. സംഗതി സിമ്പിൾ ആണ്, പക്ഷെ കുറച്ച് പവർഫുൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിലൊക്കെ നിങ്ങൾക്ക് A+ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ലെവലാണ് കേട്ടോ. ഓക്കെ, ലാസ്റ്റ് ടൈമിൽ മാരത്തോണുകൾ മാത്രം കണ്ടുപോയ കുട്ടികൾക്ക് ഒരു പക്ഷേ കുറച്ചൊക്കെ ടഫായിട്ടുണ്ടാകും. ലാസ്റ്റ് ടൈമിൽ മാത്രം കണ്ട ആളുകളാണ്. എൻ്റെ മുമ്പേയൊക്കെ ക്ലാസ്സുകളൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്ന കുട്ടിക്കാണെങ്കിൽ ഈസി ആയിരിക്കും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ക്രിസ്മസ് എക്സാമിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നേരിടാൻ പോകുന്നത് നിങ്ങളുടെ കലാപരിപാടികളായിരിക്കും. അതിൻ്റെ കൂടെ പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ആദ്യം മുതലേ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഒന്നും നോക്കണ്ട, അടിപൊളിയായിട്ട് പഠിച്ചോളൂ കേട്ടോ. പിന്നെ സ്കൂളിലെ ക്ലാസ് റൂമുകളിലൊന്നും നിങ്ങൾ പഠിച്ചു എന്ന അഹങ്കാരത്തോടു കൂടി പെരുമാറരുത്. മാക്സിമം നല്ല കുട്ടികളായിട്ട് തന്നെ സ്കൂളിലെ ക്ലാസ് റൂമുകളിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. മറ്റുള്ള കുട്ടികളൊന്നും ബുദ്ധിമുട്ടാക്കാതെ നിങ്ങൾ ഒരു പഠിപ്പി എന്ന അഹങ്കാരത്തോടു കൂടിയോ അല്ലെങ്കിൽ അവസാന സമയത്ത് എനിക്ക് മല മറിക്കാൻ പറ്റുമെന്നുള്ള ചിന്തയോട് കൂടിയോ ഒന്നും നിങ്ങൾ സ്കൂളിലും ക്ലാസ് റൂമിലൊന്നും പെരുമാറരുത്. കാരണം നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നത് നമ്മുടെ സ്കൂളിലെ പ്രിയപ്പെട്ട ടീച്ചേഴ്സാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കൊടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് കേട്ടോ. സോ 21ാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദി സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ബിറ്റ്വീൻ 100 and 400. ഇതേ മോഡൽ നമ്മൾ 5 to 250 4ന്റെ മൾട്ടിപ്പിൾ വെച്ചൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മുമ്പ് പരീക്ഷയ്ക്ക് വന്നതാണ്. അതേ ഏകദേശം ആ മോഡൽ തന്നെയാണ്. വിച്ച് ലീവ്സ് എ റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വേണം? 2 വേണം. ആദ്യം നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 3 3 9 1 0 33 9 റിമൈൻഡർ 1 ആവുന്നത്. അപ്പോൾ നമുക്ക് എത്ര വേണം? റിമൈൻഡർ 2 വരണം. അപ്പോൾ ഇത് വേണം 1 കൂട്ടണം. അപ്പോൾ 101 ഫസ്റ്റ് ടേം. 101. ഓക്കെ, വിച്ച് ഇസ് ദ ലാസ്റ്റ് ടേം. അപ്പോൾ 999 എടുക്കാം. 999 എടുക്കുന്ന സമയത്ത് 400 അല്ലേ? 400 എടുക്കാം. 400 നമ്മൾ ഇതേപോലെ ബിറ്റ്വീൻ ആണ്. അപ്പോൾ 100 400 ബിറ്റ്വീൻ ആണ്. അപ്പോൾ ലാസ്റ്റ് ടൈം 399 എടുക്കാം. ഓക്കെ, 300 എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നു? സോ ദ ആൻസർ ഈസ് 3 1. ശ്രദ്ധിച്ചോളൂ. 399 നമ്മള് 100ന്റെയും 400ന്റെയും ഇടയിലുള്ള. അപ്പൊ 400 തന്നെ ഡിവൈഡ് നോക്കാം. 400 3 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? ഒരു 3 3 1 0 3 9 1 0 3 1 ശിഷ്ടം 1 ആണ്. അപ്പൊ അപ്പം ഇവിടെ റിമൈൻഡർ 2 വരണം. അപ്പൊ ഇതിന് എന്ത് നോക്കിയാൽ 1 കുറയ്ക്കുമ്പോൾ അത് 399 ആവും. അപ്പൊ 0 ആവും. അപ്പൊ 2 റിമൈൻഡർ വരണം. അപ്പൊ ഒന്നുകൂടി കുറയ്ക്കുമ്പോൾ 398 397. അപ്പൊ 397 ആയിരിക്കും ലാസ്റ്റ് വരാം. 397/3 ഒരു 3 3 9 3 3 9 3 സോറി 398 കേട്ടോ. 2 കുറയ്ക്കാം. ഈ 400 2 കുറയ്ക്കാം. അല്ലെങ്കിൽ
1 കൂട്ടുക 401. 401 3 കുറച്ചാൽ 398. 398 വരാം. അതെന്താണെന്ന് വെച്ചാൽ 1 കൂട്ടാം. അപ്പം എന്ത് കിട്ടും? 2 റിമൈൻഡർ കിട്ടും. എന്നിട്ട് ആ 3 കുറച്ചാൽ മതി. അപ്പോൾ 401 3 കുറച്ചാൽ 398. അപ്പോൾ ലാസ്റ്റ് ടൈം എത്രയാണ്? 398 ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സം ഓഫ് ഓൾ ടേംസ് ഇൻ ദി സീക്വൻസ്, ഇതിൻ്റെ മുഴുവൻ സമ്മ് കണ്ടുപിടിക്കാൻ ആദ്യം n കണ്ടുപിടിക്കണം. ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. 398 101 കുറച്ച് എത്രടാ? 297 അല്ലേ? 198 മൈനസ് 101 297/3 പ്ലസ് 1. അപ്പം 100 ടേം ഉണ്ടാവും. മൊത്തം എത്ര പദങ്ങളുണ്ടാവും? 100 ടേം ഉണ്ടാവും. അതിന്റെ സം ഓഫ് ഓൾ ടേംസ് ആണ്. അപ്പോൾ S100 ആണ് കണ്ടുപിടിക്കേണ്ടത്. S100 100/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഫസ്റ്റ് ടേം എത്രയാണ്? ദാറ്റ് ഈസ് 101 ആണ്. ലാസ്റ്റ് ടേം എത്രയാണ്? 398 ആണ്. 101 പ്ലസ് 398. കുറച്ച് ടൈറ്റുള്ള ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് അധികം ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏകദേശം 24,950 കിട്ടും. 24,950. നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ, എങ്ങനെയാണ് ഐഡിയ എന്നുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് വരക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അത്രയും ഉറപ്പ് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഈ ഇതിൽ എന്താണ് ചോദ്യം വരുന്നത് പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ടാവും. സോ 23rd ക്വസ്റ്റ്യൻ ഇത് മോഡൽ നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞതാണ്. അതായത് എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്? 10 A ക്ലാസ്സിലും B ക്ലാസ്സിലും വരുന്ന മോഡൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്പർ വെച്ചിട്ട്. അപ്പോൾ എന്തായാലും വന്നു. ഒരു വിദ്യാർത്ഥിയുടെ ഗണിത ക്ലബ്ബിൽ 20 പെൺകുട്ടികളും 25 ആൺകുട്ടികളും. 20 പെൺകുട്ടികളും 25 ആൺകുട്ടികളും. ഓക്കെ. സയൻസ് ക്ലബ്ബിൽ 35 15 ബോയ്സും അല്ലേ? 15 ബോയ്സും. ഓരോ ക്ലബ്ബിൽ നിന്ന് ഓരോ കുട്ടിയെ തിരഞ്ഞെടുക്കുക. എത്ര വ്യത്യസ്തമായ രീതിയിൽ തിരഞ്ഞെടുക്കാം? 20 25 45 ആണ്. 35 15 35 5 40 50 ആണ്. 50 × 4 4. 4500 പകുതി എടുത്താൽ മതി. 4500 2250 അല്ലേ? 2250. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 2250 ആണ്. രണ്ടാമത് രണ്ടും പെൺകുട്ടികളാണുള്ള സാധ്യത. രണ്ടും പെൺകുട്ടി എന്ന് പറഞ്ഞാൽ 20 × 35 ദാറ്റ് ഈസ് 700/2250 ഇത്ര ചെയ്താൽ മതി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടും ആൺകുട്ടികളാണുള്ള സാധ്യത. രണ്ടും ആൺകുട്ടി എന്നാൽ 25 × 15. 25 × 15 എന്ന് പറയുമ്പോൾ 375/2250. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒരാൺകുട്ടിയെങ്കിൽ, ഒരാൺകുട്ടി എന്നാൽ ടോട്ടലിൽ നിന്നും രണ്ടും പെൺകുട്ടിയെ കുറച്ചാൽ മതി. രണ്ട് പെൺകുട്ടികളിൽ 700 എണ്ണം ഉണ്ട് ബൈ ടോട്ടൽ. അപ്പോൾ 1550. ഓക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പറ്റും. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ കുറച്ചധികം കാൽക്കുലേഷൻ വരുന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ് 9 പദങ്ങളുടെ തുക. ഞാൻ പറഞ്ഞിട്ടുണ്ട് മിക്സഡ് ആയിട്ടുള്ള 3 ചോദ്യങ്ങൾ. 9 പദങ്ങളുടെ തുക 225 ആണ്. S9 = 225. ആദ്യത്തെ 12 പദങ്ങളുടെ തുക 372. ആദ്യത്തെ 12 പദങ്ങളുടെ തുക 372 ആണ്. ഓക്കെ, 372 ആണ്. ഒന്നാമത്തെ ചോദ്യം 5-ാം പദം. 5-ാം പദം കാണാൻ ഇവിടെ തന്നെ കിട്ടും. ടോട്ടൽ ഡിവൈഡ് ബൈ 9. 225/9 എത്രടാ? 25 കിട്ടും. 5-ാമത് 25 ആണ്. അത് 11-ാം പദമാണ്. ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞു തന്നു. ഈ 12-ാം പദത്തിൽ നിന്നും 9-ാം പദം കുറച്ചാൽ അവിടെ 3 ടേം ഉണ്ടാവും. 10 11 12. അത് മിഡിൽ ടേം ആയിരിക്കും. സോ S12 മൈനസ് S9 = 3 ടേം ഉണ്ടാവും. ഏതൊക്കെയാണ്? S10 X11 X12. ഓക്കെ. സോ എത്ര കിട്ടും? 372 225 കുറച്ചാൽ 147. S3 3 ടേമിന്റെ സമ്മാണ്. സോ 147/3 ചെയ്യുമ്പോൾ 49. സോ X11 = 147/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 49. 49 ആണ് അതിന്റെ 11-ാം പദം വരുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം ശ്രേണിയുടെ പൊതുവ്യത്യാസം. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. D = 49 - 25 ഡിവൈഡഡ് ബൈ 11 - 5 സമം 24/6 സമം 4 കിട്ടും. ആദ്യത്തെ 21 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ S21 11-ാം പദം ഇൻറ്റു ആകെ പദങ്ങളുടെ എണ്ണം. 11-ാം പദം മിഡിൽ ടേം ആണ്. സോ 49 × 21 ചെയ്താൽ മതി. ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഐഡിയ ഉള്ള ആൾക്കേ കിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ചൊരു ടഫായിട്ട് തന്നെയാണ് ഈ പ്രാവശ്യത്തെ ഓണം എക്സാം വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരു പക്ഷേ നമ്മുടെയൊക്കെ ഓൺലൈൻ യുഗത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത ആയിരിക്കാം കുട്ടികളൊക്കെ അവസാനം വന്നുകൊണ്ട്
പരീക്ഷ മാരത്തോണുകൾ മാത്രം കണ്ടുകൊണ്ട് പരീക്ഷ എഴുതുന്നു, അവർക്ക് മാർക്ക് കിട്ടുന്നൊക്കെ ചിന്തകളായിരിക്കാം എന്ന് തന്നെയാണ്. നല്ലതാണ്, ആൻസർ ഷീറ്റ് ടഫ് ആവണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇങ്ങനെ ടഫായിട്ട് വന്നാലും അത് കോൺസെപ്റ്റോട് കൂടി പഠിച്ചിട്ട് വേണം നിങ്ങൾ സ്കൂളിലേക്ക് പോകാൻ, എക്സാമിന് പോകാൻ. സോ ആ കോൺസെപ്റ്റ് പഠിപ്പിക്കുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ആപ്പിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. പബ്ലിക് ലൈവുകളിൽ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് പ്രയോറിറ്റി കൊടുക്കുന്നതെങ്കിൽ കോൺസെപ്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മൾ ആപ്പ് ലൈവിലാണ്. സോ ആപ്പ് ലൈവിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. മക്കളെ കഴിയാനായിട്ടുണ്ട്. ഇത് 3 ക്വസ്റ്റ്യൻ കൂടി. ഇത് PA × PB = PC × PD. ഇപ്പോൾ AB-യുടെ നീളം 22 ആണ്, AB 22 ആണ്, PA-യുടെ നീളം 6 ആണ്. സോ ഇത് 6, സോ ഇത് 16. എന്നിട്ട് CD-യുടെ നീളം 20 ആണ്. അപ്പോൾ ഇതിൽ PC ഇല്ല PD ഇല്ല, അപ്പോൾ X 20 - X എടുക്കാം. PB-യുടെ നീളം എത്ര? PB-യുടെ നീളം എത്രയാണ്? 16 ആണ്, 1 മാർക്ക് കിട്ടി. PC-യുടെ നീളം X ആണെങ്കിൽ മറ്റേ 20 - X, 20 - X. PC-യുടെ PD-യുടെ നീളം കാണുക. PA × PB എന്നാൽ 6 × 16 = PC × PD ആണ്. സോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 60 6 66 96 20x - x². സോ x² - 20x -96 ആണ്. സ്ക്വയർ കംപ്ലീഷൻ ആണ്. x² - 20x + 100 = 4. -96 + 100 ആണ്, 4 വരും. സോ x - 10 ഹോൾ സ്ക്വയർ = 4. സോ x - 10 = √4 എന്നാൽ 2 ആണ്. സോ x = 12 വരും ആൻസർ. എക്സിന്റെ നീളം എത്രയാണ്? 12 ആണ്. ഇത് 8 ആണ്. ഓക്കെ, അപ്പോൾ 12 8 ശരിയാണെന്ന് നോക്കാം. 12 × 8 എത്ര? 64. 6 × 16 64. കറക്റ്റ് ആണ്. സോറി, 12 × 8 66. ഇത് 66. കറക്റ്റ് ആണ്. അത് ഈ സൈഡിന്റെ പൊതു വ്യത്യാസം 13 കുറച്ച് എത്രയാണ്? ദാറ്റ് ഈസ് 6 ആണ്. സൈഡിന്റെ ബീജഗണിത രൂപം xn, അതായത് 6n + f - d. a ന്ന് d കുറയ്ക്കുക. a എന്ന് വെച്ചാൽ 1, 6n + 1 ആണ്. ഓക്കെ, കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്, നിങ്ങൾക്ക് പിന്നീട് ഉപകാരപ്പെട്ടു കേട്ടോ. അതുകൊണ്ടാണ്. ഈ ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് 97 എന്ന് കണ്ടുപിടിക്കാനാണ്. സോ 6n + 1 = 97 കൊടുക്കാം. ഇനി അല്ലെങ്കിൽ xn - x1/d കൊടുക്കാം. അപ്പോൾ 6n = 96, n = 96/6. 96/6 എന്നാൽ എത്രടാ? 9 ൽ 1 36. 16ാമത്തെ പദമാണ് കേട്ടോ. 16ാമത്തെ പദം സാധാരണ പോലെ ചെയ്തു നോക്കാം. ഓക്കെ, ഈ ശ്രേണിയിലെ ആദ്യത്തെ 16 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 16/2 ആദ്യ പദം പ്ലസ് അവസാന പദം. 16/2 പറഞ്ഞാൽ 8 ആദ്യ പദം. ഈ ശ്രേണിയുടെ ആദ്യ പദം എത്രയാണ്? 7 ആണ്. പ്ലസ് നമുക്ക് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് തന്നു 97 എത്രാമത്തെ പദമാണ്? അത് 16ാമത്തെ പദമാണ്. ഇതിന്റെ കണക്ഷൻ വന്നുണ്ടോ? 97. അങ്ങനെയാണ് ആൻസർ വരിക. 8 × 104 800 4 8 832. നിങ്ങൾ ചെയ്തു നോക്കാം കേട്ടോ. ഓക്കെ, സോ 26 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 27 ക്വസ്റ്റ്യൻ നോക്കാം. കുറച്ചൊരു ടഫ് കൂടിയ ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്, പക്ഷേ സിമ്പിൾ ആണ്. ഈ കാണുന്ന ആംഗിൾ 20, ഈ കാണുന്ന ആംഗിൾ 30. ക്വസ്റ്റ്യൻ ഒന്നാമത്തെ നോക്കാം. ODB എത്ര? ODB മക്കളെ ചോദ്യം നോക്കൂ. ഇത് ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്, അതുകൊണ്ട് ഈ കാണുന്ന ആംഗിൾ 20 ആണ്. ഇത് BOD സിമ്പിൾ ആണ്. 20 20 40 ആണ്. ഇത് 140 ആണ്. ഇത് BAC എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആംഗിൾ ആണ്. മക്കളെ ആ കാണുന്ന ആംഗിളും ഈ കാണുന്ന ആംഗിളും സെയിം ആണ്, കാരണം രണ്ടും BC-യിൽ നിന്നാണ് വരുന്നത്. BC. സോ ഇഫ് ഇറ്റ് ഈസ് 30, ദിസ് ഈസ് ഓൾസോ 30. അത് ആംഗിൾ BCD എന്ന് പറഞ്ഞാൽ എത്രയാണ്? BCD ഈ കാണുന്ന ആംഗിൾ ഇത് 140 ആണെങ്കിൽ ഇത് 70 ആണ്. സോ ഇത് മൊത്തം 70 ആണെങ്കിൽ ഇത് 110 ആണ്. 110. COD എവിടെ പോയി? COD. ഈ കാണുന്ന ആംഗിൾ നോക്കാം. ഇത് ശരിക്കും സെൻട്രൽ ആംഗിൾ ആണ്. ആരുടെ? ഈ കാണുന്ന ആംഗിളിന്റെ സെൻട്രൽ ആംഗിൾ ആണ്. ഈ കാണുന്ന ആംഗിളിന്റെ. അപ്പോൾ ഈ കാണുന്ന ആംഗിൾ കിട്ടാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇത് 110 ആണ് നമുക്കറിയാം. 110 30 140. സോ ഈ കാണുന്ന ആംഗിൾ 40 ആയിരിക്കും. ഇത് 40 ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ എത്രയായിരിക്കും? 80 ആയിരിക്കും കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. ഈ ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. ഓക്കെ, കുറച്ചൊരു ടഫായിട്ടാണ് ക്വസ്റ്റ്യൻ വന്നത്, പക്ഷെ നിങ്ങൾ ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ലാസ്റ്റ് ഞാൻ പറഞ്ഞ 2 ക്വസ്റ്റ്യൻ അവിടെ കഴിഞ്ഞാൽ കഴിഞ്ഞു. മക്കളെ ചോദ്യം നോക്കാം. ഒരു മട്ട ത്രികോണത്തിന്റെ ലംബവശങ്ങളിൽ ഒരു വശം മറ്റേ വശത്തേക്കാൾ 5 സെന്റിമീറ്റർ കൂടുതലാണ്. ഓക്കെ, ഒന്ന് എക്സും ഒന്ന് x + 5ഉം. ഓക്കെ, ഈ മട്ട ത്രികോണത്തിന്റെ പരപ്പളവ് 52 ആണ്. ½ BH x × x + 5 is equal to 52. ഹാഫിന് അങ്ങോട്ട് കൊണ്ടാൽ x² + 5x is equal to 104. ഓക്കെ, ചില വശത്തിന്റെ നീളം x എന്ന് എടുത്താൽ മറ്റേ വശത്തിന്റെ നീളം എത്ര? തന്നിരിക്കുന്ന വസ്തുക്കളെ അടിസ്ഥാനമാക്കി രണ്ടാം ഗതി
എക്സ് സ്ക്വയർ പ്ലസ് വൈ എക്സ് ഇക്വൽ ടു 150 നീളം. ഇത് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ആണ്. -5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ഇത് നമുക്ക് വേണമെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 5x മൈനസ് 104 എന്ന് എഴുതാം. സോ ഈ മോഡൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഒരു നമ്പറും അതിനോട് 5 കൂട്ടിയും തമ്മിൽ ഗുണിച്ചപ്പോൾ 104 കിട്ടി. -5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. സോ -5 പ്ലസ് ഓർ മൈനസ് 400 416 441 ബൈ 2. സോ -5 പ്ലസ് ഓർ മൈനസ് 21 ബൈ 2 അത് 16 ബൈ 2 8 ആണ് വരിക. 21 5 8 വരും. എക്സ് ആണ് 8. സോ ഇത് 13 8 × 13 ആയിരിക്കും കേട്ടോ. ഇതാണ് ആൻസർ. 8ഉം 13 ആണ് ആൻസർ വരിക കേട്ടോ. ചെയ്ത് നോക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നിങ്ങൾ 8ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ ആണ്. വശങ്ങളുടെ എണ്ണവും ആകെ വികരണങ്ങളുടെ എണ്ണവും തുല്യമായ ബഹുഭുജം ഏതാണ്? അപ്പൊ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. വശങ്ങളുടെ എണ്ണം ആകെ വികരണങ്ങളുടെ എണ്ണം സെയിം ആയിട്ട് ഒറ്റൊന്നും കാണുന്നില്ല അല്ലെ. ബഹുഭുജം ഏതാണ്? ഇപ്പൊ ഡൗട്ട് ആണെന്നറിയില്ല. എന്തായാലും അവിടെ താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്യാണ്. വശങ്ങളുടെ എണ്ണം 10 ആയ ബഹുഭുജത്തിന്റെ ഒരു മൂലയിൽ നിന്ന് വരക്കാവുന്ന വികരണങ്ങളുടെ എണ്ണം എത്ര? അപ്പം ഈ കാണുന്നതാണ് ആകെ വികരണങ്ങളുടെ എണ്ണം. ഓക്കെ. അപ്പൊ ഇവിടെ 3 ആണെങ്കിൽ 0, 4 ആണെങ്കിൽ 2, 5 ആണെങ്കിൽ 5, 6 ആണെങ്കിൽ 9. അപ്പൊ അവിടെ പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നുമില്ല. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? വശങ്ങളുടെ എണ്ണം 10 ആയ ഒരു ബഹുഭുജത്തിന്റെ ഒരു മൂലയിൽ നിന്ന് വരക്കാവുന്ന വികരണങ്ങളുടെ എണ്ണം എത്ര എന്നാണ്. ഒരു മൂലയിൽ നിന്ന് വരക്കാൻ പറ്റുന്നത്. അപ്പൊ 3 ആണെങ്കിൽ 0, 4 ആണെങ്കിൽ 1, 5 ആണെങ്കിൽ 2. ഓക്കെ. 5 ആണെങ്കിൽ 2 ആണ്, 6 ആണെങ്കിൽ 3 ആണ്. അപ്പൊ 3 എണ്ണം കുറയുന്നത്. അപ്പൊ 10 ആണെങ്കിൽ 3 എണ്ണം കുറഞ്ഞിട്ട് a ആണ്. ഓക്കെ. വശങ്ങളുടെ എണ്ണം 12 ആയ ബഹുഭുജത്തിന്റെ ആകെ വികരണങ്ങളുടെ എണ്ണം എത്ര? ആകെ വികരണങ്ങളുടെ എണ്ണം ശ്രദ്ധിക്കുന്ന സമയത്ത് വശങ്ങളുടെ എണ്ണം 12 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇപ്പൊ 6 ആണെങ്കിൽ 6 × 3 ഇവിടെയുള്ള നമ്പർ 3 ബൈ 2 ആണ്. ഇവിടെ 12 ആണെങ്കിൽ ഇവിടെ 12 ആണെങ്കിൽ ഇവിടെ 9 വരും. സോ 12 × 9 ബൈ 2 6 × 9 54 വരും. 54. വശങ്ങളുടെ എണ്ണം n ആയ ഒരു ബഹുഭുജത്തിന്റെ ഒരു മൂലയിൽ നിന്ന് വരക്കാവുന്ന വികരണങ്ങളുടെ എണ്ണം എത്ര? n-3. ഇവിടെ n ആണെങ്കിൽ ഇവിടെ n-3. ഇനി വശങ്ങളുടെ എണ്ണം n ആയ ഒരു ബഹുഭുജത്തിന്റെ ആകെ വികരണങ്ങളുടെ എണ്ണം എത്ര? ഇവിടെ n-3 ആണ് എങ്കിൽ n × n-3 ബൈ 2. n × അതായത് ഇവിടെ 6 ആണെങ്കിൽ 6 × 6 - 3 ബൈ 2. അതേപോലെ n × n-3 ബൈ 2. ഇതാണ് ഇതിന്റെ ആൻസർ. സോ വശങ്ങളുടെ എണ്ണവും ആകെ വികരണങ്ങളുടെ എണ്ണവും തുല്യമായിട്ടുള്ള ബഹുഭുജം എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുക. സോ നിങ്ങളുടെ മാർക്ക് എത്ര നിങ്ങൾ നോക്കുക. ഏതായാലും കുഴപ്പമില്ല. ഞാൻ പറയുന്നത് ഈ കാണുന്ന മാത്തമാറ്റിക്സ് എക്സാം കമ്പാരിറ്റീവ്ലി ടഫ് ആയിരുന്നു എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. ഒരു ആവറേജ് ലെവൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ എന്തിനാണ് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു അല്ലെങ്കിൽ മാർക്ക് കിട്ടിയെന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ക്ലാസ്സിലെ ഫീഡ്ബാക്ക് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ഇനി മലയാളമാണ്, മലയാളത്തിന് പോയാണ് അടിപൊളിയായിട്ട് പഠിക്കുക കേട്ടോ. ബൈ. ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്പെഷ്യൽ ഇനി ഇതിന്റെ സ്ലൈഡ് വേണമെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലിലേക്ക് പോയി